ഡോക്ടർ വിളിക്കുന്നുണ്ട്, അകത്തേക്ക് വരൂ. അവർ അത്രയും പറഞ്ഞുകൊണ്ട് അവനെ അകത്തേക്ക് വിളിച്ചു. സിദ്ധു വേഗത്തിൽ കയറി. അത്രയ്ക്കും മനസ്സ് പിടച്ചുകൊണ്ടാണ് ഇവിടെ നിന്നിരുന്നത്. കുറച്ചേറെ സമയം കഴിഞ്ഞിരുന്നു അവളെ അതിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട്. വരൂ, ഇരിക്കൂ. അവനെ കണ്ടതും ഡോക്ടർ ഇരിക്കാനായി പറഞ്ഞു. ഡോക്ടർ, വൈകിക്ക് അവൻ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു. സിദ്ധാർത്ഥ്? അതെ ഡോക്ടർ. സി മിസ്റ്റർ സിദ്ധാർത്ഥ്, വൈകിക്ക് കുഴപ്പമൊന്നുമില്ല. നെറ്റിയിലെ മുറിവ് പേടിക്കാനുള്ളതൊന്നുമല്ല. 2 സ്റ്റിച്ചിട്ടുണ്ട്. പക്ഷേ തലകറക്കത്തിന് കാരണം ആ മുറിവല്ല. ഡോക്ടർ ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തി. അവൻ്റെ മുഖത്ത് സംശയം നിറഞ്ഞു. പിന്നെ ഒരു റിസൾട്ട് വരാനുണ്ട്, അത് വരട്ടെ. പിന്നെ വൈകി എന്നിട്ട് പറയാം. 1 മിനിറ്റ്. അവനോട് പറഞ്ഞ് അവർ ഫോൺ എടുത്ത് ലാബിലേക്ക് ഡയൽ ചെയ്തു. വൈകിയുടെ റിസൾട്ട് ആയിട്ടുണ്ടോ? അവർ ചോദിച്ചതും അപ്പുറത്തു നിന്നും മറുപടിയും വന്നു. അവർ ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അപ്പോഴേക്കും വൈകിയും കൊണ്ട് നേഴ്സ് അകത്തു നിന്നും വന്നിരുന്നു. നെറ്റിയിൽ സ്റ്റിച്ചിട്ട് ബാൻഡേജ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അവൾ വരുന്നത് കണ്ടതും സിദ്ധു വേഗം എഴുന്നേറ്റ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെയുള്ള ചെയറിലെത്തി. അവൾ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാത്തത് അവനിൽ ആശ്വാസം നിറച്ചു. ഡോക്ടർ എന്താണെന്ന് പറഞ്ഞില്ല? സിദ്ധു അക്ഷമയോടെ ചോദിച്ചു. 2 പേരുടെയും വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഡോക്ടർ ഒരു ചിരിയോടെ ചോദിച്ചതും സിദ്ധു വൈകിയെ നോക്കി. എന്നാൽ അവൾ മുഖം താഴ്ത്തുകയാണ് ചെയ്തത്. 5 മാസം. സിദ്ധു ഡോക്ടറിന് നേരെ തിരിഞ്ഞു. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വൈഗ പ്രഗ്നൻ്റ് ആണ്. കൺഗ്രാജുലേഷൻസ്. ഡോക്ടർ ചിരിയോടെ പറഞ്ഞു നിർത്തിയതും സിദ്ധു ഞെട്ടിക്കൊണ്ട് വൈകിയെ നോക്കി. എന്നാൽ അവളത് പ്രതീക്ഷിച്ചതായിരുന്നുവെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും സിദ്ധുവിന് മനസ്സിലായി. സിദ്ധുവിന് സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ലായിരുന്നു. അവൻ്റെ വലത് കൈ അവളുടെ ഇടത് കൈയിൽ അമർന്നു. വൈകിയുടെ നോട്ടം അവൻ്റെ മുഖത്തേക്കായി. അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടതും വൈകിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അത് സങ്കടം കൊണ്ടായിരുന്നില്ല, മറിച്ച് സന്തോഷം കൊണ്ടായിരുന്നു. തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടി. ഇനി കാത്തിരിപ്പിൻ്റെ നാളുകൾ. വീട്ടിലേക്കുള്ള യാത്രയിൽ വൈഗ തികച്ചും മൗനമായിരുന്നു. അവൾ സിദ്ധുവിനെ ശ്രദ്ധിക്കാതെ പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിരുന്നു. സിദ്ധുവിൻ്റെ മുഖത്താണെങ്കിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം അലതല്ലുന്നുണ്ട്. വൈകിയുടെ എന്തൊക്കെയോ ചോദിക്കണമെന്നും ഒന്ന് മനസ്സ് നിറഞ്ഞ് വാരിപ്പുണരണം എന്നൊക്കെ. അതിനുവേണ്ടി മനസ്സും ശരീരവും ഇങ്ങനെ തുടിക്കുകയാണ്. പക്ഷേ വൈകിയുടെ മുഖഭാവം അവനെ അതിൽ നിന്നെല്ലാം വിലക്കി. അന്ന് അങ്ങനെയൊക്കെ നടന്നപ്പോൾ ഇങ്ങനെയൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല. മനസ്സിലുണ്ടായിരുന്നു, പിന്നെ എപ്പോഴോ മറന്നു തുടങ്ങിയിരുന്നു. എന്നാൽ വൈഗ മറ്റൊരു ലോകത്തായിരുന്നു. തൻ്റെ ഉള്ളിൽ ഒരു പുതുജന്മം പിറവിയെടുക്കുന്നു എന്നുള്ള കാര്യം അവളെ സന്തോഷത്തിലാക്കി. താനും ഒരമ്മയാകാൻ പോകുന്നു. പീരീഡ്സ് മിസ്സായത് ശ്രദ്ധിച്ചിരുന്നെങ്കിലും 2 ദിവസം കൂടി കഴിഞ്ഞു നോക്കാമെന്ന് കരുതിയിരുന്നതാണ്. അതിനു മുന്നേ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് അറിയാൻ കഴിഞ്ഞു. അവൾ പതിയെ തൻ്റെ വലത് കൈ കൊണ്ട് വയറിലൊന്ന് തൊട്ടുനോക്കി. ചലനങ്ങൾ വലതും അറിയുന്നുണ്ടോ? ഏയ്, അതിനൊന്നും ആയിട്ടില്ലല്ലോ. അവൾ തന്നെ ഉത്തരവും കണ്ടെത്തി. അവളുടെ ചുണ്ടിലൊരു ചെറു മന്ദഹാസം വിടർന്നു. സിദ്ധു തന്നോട് ചെയ്തതിന് അവനോട് വെറുപ്പുണ്ടെങ്കിലും തൻ്റെ വയറ്റിൽ കിടക്കുന്ന അവൻ നൽകിയ ജീവനോട് അതൊന്നും തോന്നുന്നില്ല എന്നുള്ളത് അവളിൽ അതിശയം ജനിപ്പിച്ചു. തന്നിലും ഒരമ്മ പിറവിയെടുക്കുന്നു. അവളിലൊരു കുളിരു പടർന്നു. അവൾ പതിയെ തലചരിച്ച് സിദ്ധുവിനെ നോക്കി. അന്നേരം തന്നെ അവൻ അവളെ നോക്കിയതും അവൾ വേഗം മുഖം തിരിച്ചു. അവൻ്റെ ചുണ്ടിലൊരു ചെറുചിരി വിരിഞ്ഞു. വീട്ടിലെത്തിയതും സിദ്ധു കാറ് നിർത്തി ഇറങ്ങി. വൈകിയോട് ഇറങ്ങല്ലേ എന്ന് പറഞ്ഞിരുന്നു. അവൾ അനുസരിച്ചുകൊണ്ട് കാറിൽ തന്നെ ഇരുന്നു. അപ്പോഴേക്കും അകത്തു നിന്ന് സീതാമ്മയും ചേച്ചിയും വന്നിരുന്നു. ചേച്ചിയുടെ കയ്യിൽ ഒരു താലവുമുണ്ട്. സിദ്ധു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ സീതാമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സിദ്ധു ഡോറ് തുറന്ന് വൈകിയെ പതിയെ പിടിച്ചാക്കി. അവൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. അമ്മയും ചേച്ചിയും മുന്നിൽ തന്നെ ഉണ്ടല്ലോ. സിദ്ധു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പടിക്കെട്ടിന് താഴെ വന്നു നിന്നതും ചേച്ചി ഇരുവരെയും കയ്യിലുള്ള ആരതി കൊണ്ട് ഒഴുങ്ങി തുടങ്ങി. നെറ്റിയിൽ ഒരു നുള്ളു കുങ്കുമവും തൊട്ടുകൊടുത്തു. സിദ്ധു, മോളെ പതിയെ സ്റ്റെപ്പ് കയറ്റ്. സീതാമ്മ ശാസനയോടെ സിദ്ധുവിനോട് പറഞ്ഞതും അവനൊന്ന് മൂളി. വൈകിയുടെ കയ്യിൽ പിടിച്ച് അവളോട് പതിയെ കയറാൻ പറഞ്ഞു. എല്ലാവരും അകത്തേക്ക് കയറി. ജാനകി, അതവിടെ വെച്ച് മോക്ക് കുടിക്കാൻ ജ്യൂസ് കൊടുത്തേ. സിദ്ധു പതിയെ വൈകിയെ സോഫയിലേക്ക് ഇരുത്തി. വേദന തോന്നുന്നുണ്ടോ മോളെ? സീതാമ്മ നെറ്റിയിലെ മുറിവെന്നൊക്കെ ചോദിച്ചു. ഇല്ലമ്മേ, വേദനയൊന്നും തോന്നുന്നില്ല, ഒരു തരിപ്പ് മാത്രം. അവൾ നെറ്റിയിൽ തൊട്ടു നോക്കി പതിയെ പറഞ്ഞു. ഇനി ഇത് ഇളക്കാനൊന്നും നിൽക്കണ്ട. വൈകാതെ തന്നെ നമുക്കൊരു ഗൈനിക്കിനെ കാണിക്കാം. ഇപ്പം മോള് പോയി റെസ്റ്റ് എടുക്കുക. സിദ്ധു, മോളെ മുറിയിലാക്കി കൊടുത്തേ. സീതാമ്മ പറഞ്ഞതും സിദ്ധു എഴുന്നേറ്റു. വേണ്ടമ്മേ, ഞാൻ പൊക്കോളാം. വൈഗ അത് നിരസിക്കാൻ നോക്കി.
അതൊന്നും വേണ്ട, തല ചുറ്റുകയോ മറ്റോ ചെയ്താലോ? സീതാമ്മ പറഞ്ഞതും അവളൊന്ന് മൂളി സിദ്ധു നീട്ടിയ കയ്യിൽ പിടിച്ചു. സിദ്ധു, താഴെ മുറി മതി കേട്ടോ, ഇനി പ്രസവം കഴിഞ്ഞ് മുകളിലേക്ക് മാറാം. മുകളിലേക്ക് പോകുന്നിടത്തേക്ക് നടന്നതും സീതാമ്മ തടഞ്ഞു. സാധനങ്ങളൊക്കെ ജാനകിയെ വിട്ട് താഴെ എത്തിക്കാം, മോള് പോയി കടന്നു. അവരതുകൂടി പറഞ്ഞതും ഇരുവരും അനുസരിച്ചെന്ന പോലെ സീതാമ്മയുടെ മുറിയുടെ തന്നെ അപ്പുറത്തുള്ള മുറിയിലേക്ക് അവർക്ക് പിന്നാലെ ജ്യൂസുമായി ചേച്ചിയും അങ്ങോട്ടേക്കെത്തി. അവർ മുറിയിലേക്ക് അത് വൈകിയുടെ കയ്യിൽ കൊടുത്തു. കട്ടിലിലേക്കിരുന്ന് വൈകിയ പതിയെ അത് കുടിച്ചു തുടങ്ങി. ചേച്ചി, മുകളിൽ മുറിയിൽ പോയി വൈകിയുടെ ഒരു ജോഡി വസ്ത്രം എടുത്തുകൊണ്ട് വരാവോ? സിദ്ധു ചേച്ചിയെ നോക്കി പറഞ്ഞതും അവരൊന്ന് മൂളി മുറിയിൽ നിന്നും പോയി. സിദ്ധു വൈകിയുടെ അരികിലിരുന്നു. വൈകിയ ജ്യൂസ് കുടിക്കുകയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? സിദ്ധു ഒരു പരിങ്ങലോടെ ചോദിച്ചു. എങ്ങനെയാണ് അവളുടെ പ്രതികരണം എന്നറിയില്ലല്ലോ. ഇല്ല, വൈക പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി നൽകി. ഞാനൊന്ന് തൊട്ടു നോക്കിക്കോട്ടെ? അവൻ പരിഭ്രമത്തോട് ചോദിച്ചതും വൈകി അവനെ നോക്കി. രണ്ടുപേരുടെയും മിഴികൾ തമ്മിലുടക്കി. വൈകിയിൽ അവൾ അറിയാതെ തന്നെ ഒരു മൂളൽ പുറത്തേക്ക് വന്നു. സിദ്ധുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് അമിത വേഗതയിൽ മിടിച്ചു തുടങ്ങി. അവൻ പതിയെ കൈകൾ അവളുടെ വയറിലേക്ക് കൊണ്ടുപോയി. സന്തോഷം കൊണ്ട് കൈകൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു. വിറകൊള്ളുന്ന കൈകളോടെ തന്നെ അവൻ ചുരിദാറിന് മുകളിലൂടെ അവളുടെ വയറിൽ തൊട്ടു. കൈയിലൂടെ ഒരു വൈദ്യുതി പ്രവാഹം കടന്നുപോയതുപോലെ അവന് തോന്നി. തൻ്റെ കുഞ്ഞ് അവൻ്റെ ഉള്ളം മന്ത്രിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ദൈവം തന്ന നിധി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ചുണ്ടിൽ മനോഹരമായ ചിരിയും. തൻ്റെ കുഞ്ഞിനെ ചുമക്കുന്ന അവളുടെ ഉദരത്തിലൊന്ന് അമർത്തി ചുംബിക്കാൻ അവന് വല്ലാത്ത കൊതി തോന്നി. വൈക അവൻ്റെ ചലനങ്ങളെല്ലാം ഒരു ചെറു മന്ദഹാസത്തോടെ നോക്കിയിരുന്നു. അവൻ്റെ കണ്ണുകളിലെ നീർത്തിളക്കവും ചുണ്ടിൽ വിരിഞ്ഞ മനോഹരമായ പുഞ്ചിരിയും അവൻ ഈ നിമിഷത്തിനു വേണ്ടി എത്ര ആഗ്രഹിച്ചുവെന്ന് തോന്നിപ്പിച്ചു. അവനെ നോക്കി അങ്ങനെ ഇരുന്നതും അവളുടെ മനസ്സും നിറഞ്ഞു. എത്രയൊക്കെ അവനോട് വെറുപ്പാണെങ്കിലും അവന് കുഞ്ഞിനോടുള്ള സ്നേഹവാത്സ്യങ്ങളും നിഷേധിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ്റെ കുഞ്ഞാണ്. താൻ അതിനെ സംരക്ഷിക്കുന്ന ഒരു ശരീരം മാത്രം. കുഞ്ഞ് അതിൻ്റെ അച്ഛൻ്റെ ഓരോ സ്നേഹവാത്സ്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ വളരട്ടെ. സിദ്ധു എത്ര നേരം കൈകൾ അങ്ങനെ വെച്ചെന്നറിയില്ല. പിന്നെ പെട്ടെന്ന് കൈകൾ പിൻവലിച്ച് കണ്ണുകൾ തുടച്ചു വൈകയെ നോക്കി. സിദ്ധു നോക്കിയതും വൈക വേഗം ചുണ്ടിലെ ചിരി മറച്ചു പിടിച്ച് മുഖം ഗൗരവത്തിലാക്കി. സിദ്ധു പെട്ടെന്ന് അവളുടെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്ത് അവൾ തടയും മുന്നേ അവളുടെ മൂർധാവിലൊന്ന് അമർത്തി മുത്തിക്കൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങും മുന്നേ കാറ്റുപോലെ പുറത്തേക്ക് പോയി. അവൻ പോയ വഴിയെ വൈക ചെറു ചിരിയോടെ നോക്കിയിരുന്നു. അവളുടെ കൈകൾ പതിയെ അവളുടെ ഉദരത്തിൽ. രാവിലെ തന്നെ വൈകിയുടെ ഉറക്കെയുള്ള ഓക്കാനം കേട്ടാണ് സിദ്ധു കണ്ണു തുറന്നത്. ബാത്റൂമിൽ നിന്നാണ്. അവൻ പൊടുന്നനെ ചാടി എഴുന്നേറ്റു. വൈക, വൈക, അവൻ തുടരെ തുടരെ വാതിൽ കൊട്ടി. നിമിഷങ്ങൾ കഴിഞ്ഞതും വൈക വാതിൽ തുറന്നു. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഛർദി. ഇന്നലെ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് തൊട്ടാണ് ഈ ഛർദിയും ക്ഷീണവും തുടങ്ങിയത്. രാത്രിയിലും കഞ്ഞി കുടിച്ചത് മുഴുവൻ ഛർദിച്ചിരുന്നു. വൈക, ഭക്ഷണത്തിന് മുന്നുള്ള ഈ ടാബ്ലറ്റ് കഴിക്കും. സിദ്ധു ഒരു ഗ്ലാസ് വെള്ളവും ഗുളികയും അവൾക്ക് നേരെ നീട്ടി. അവിടെ വെച്ചേക്ക്, ഞാൻ കഴിച്ചോളാം. അവൾ കണ്ണുകൾ തുറക്കാതെ തന്നെ അവന് മറുപടി നൽകി. വേണ്ട, നീ എഴുന്നേക്ക്, നീ ഇത് കുടിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ, അവൻ കർക്കശമായി പറഞ്ഞുകൊണ്ട് ഗ്ലാസും ഗുളികയും അവിടെ വെച്ച് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയതും അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി വേഗത്തിൽ എഴുന്നേറ്റിരുന്നു. സിദ്ധു ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തിയിൽ പകച്ചുപോയി. അവൻ നേരെ നിന്നു. വെള്ളവും ഗുളികയും അവൻ എടുക്കുന്നതിന് മുന്നേ അവളെടുത്ത് വായിലേക്കിട്ടു. സിദ്ധു ഒന്നും മിണ്ടിയില്ല. വെള്ളവും ഗുളികയും ഇറക്കി വൈക സിദ്ധുവിനെ നോക്കി. എന്തോ പറയാനുണ്ടെന്നതുപോലെ. ഇന്നലെ ഇത്തിരി സ്വാതന്ത്ര്യം തന്നു കരുതി എൻ്റെ കാര്യത്തിൽ അതിര് കടന്ന് ഇടപെടണ്ട, അത്രയും ഗൗരവത്തിൽ അവനോട് പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും കിടന്നു. വൈക, ഇനിയും നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലേ? ഞാൻ എത്ര തവണ നിന്നോട് സോറി പറഞ്ഞു. ഇനി ഞാൻ ചെയ്ത തെറ്റിന് നീ എന്നെ തല്ലിക്കോ, പക്ഷേ ഇങ്ങനെ എന്നെ അവഗണിക്കല്ലേ, എനിക്ക് സഹിക്കുന്നില്ലടി. അവൻ്റെ സ്വരം തീർത്തും ദയനീയമായി. ഞാനിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സഹിക്കുന്നില്ലല്ലേ? അപ്പം എന്നോട് ചെയ്തതൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞുവെന്ന് ചിന്തിക്ക്. അവൾ കിടന്നിടത്തു നിന്നും അവനോട് ഉറക്കെ ചോദിച്ചു. പറ്റിപ്പോയി, അതിനെത്ര ക്ഷമ ചോദിച്ചാലും നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മുടെ കുഞ്ഞല്ലേ നിന്റെ വയറ്റി വളരുന്നത്, അതിനെ കരുതിയെങ്കിലും. അവൻ പറഞ്ഞ് മുഴുമിപ്പിക്കുന്നതിന് മുന്നേ അവൾ വേണ്ടെന്ന പോലെ കൈയുയർത്തി. നമ്മുടെ കുഞ്ഞല്ല, നിങ്ങളുടെ കുഞ്ഞ്.
ഇതിനു വേണ്ടിയല്ലേ നിങ്ങൾ എൻ്റെ സമ്മതം പോലും ചോദിക്കാതെ പറഞ്ഞു കഴിയുന്നതിന് മുന്നേ അവൾ വിതുമ്പി തുടങ്ങിയിരുന്നു. വൈക, പ്ലീസ് കരയരുത്, ഈ സമയത്ത് ഇങ്ങനെ കരയരുത്. അവൻ അവളുടെ അടുത്തിരുന്നു. വേണ്ട, എന്നെ തുടരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെയല്ലേ വേണ്ടത്? അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നതും. എൻ്റെ ജീവൻ പോയാലും എൻ്റെ വയറ്റിൽ കിടക്കുന്ന നിങ്ങളുടെ ഈ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ തരും. അവൾ സിദ്ധു അരികിൽ വന്നതും അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. സിദ്ധു ഇരുന്നിടത്തു നിന്നും വേഗം എഴുന്നേറ്റു. ഇന്നലെ വയറിൽ തൊടാൻ അനുവാദം തന്നപ്പോൾ താൻ കരുതി അവൾക്ക് തന്നോടുള്ള മനോഭാവത്തിൽ മാറ്റം വന്നെന്ന്. അതാണിന്ന് ഇത്തിരി സ്വാതന്ത്ര്യം എടുത്തതും. പക്ഷേ അതൊക്കെ തൻ്റെ വെറും തോന്നലായിരുന്നുവെന്ന് വൈക ഇനിയും തന്നോട് ക്ഷമിക്കാൻ പോകുന്നില്ലെന്നും അവൻ മനസ്സിലാക്കി. പക്ഷേ തനിക്ക് അവളുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനോടുള്ള സ്നേഹവാത്സ്യങ്ങൾ അവൾ നിഷേധിക്കുന്നില്ല. അതിനും താൻ അർഹനല്ലെന്ന് അവൾ പറഞ്ഞാൽ സിദ്ധുവിന് അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ പിന്നെ അവിടെ നിൽക്കാതെ മുറി തുറന്ന് മുകളിലെ തൻ്റെ മുറിയിലേക്ക് പോയി. അവൻ പോയതും വൈക ഒരു പൊട്ടിക്കരച്ചിലോടെ തലയണിലേക്ക് മുഖം പൊഴുത്തി. എനിക്ക് കഴിയില്ല സിദ്ധേട്ട, പഴയതുപോലെ നിങ്ങളെ സ്നേഹിക്കാൻ. നിങ്ങൾ ചെയ്തതെല്ലാം അന്ന് പഴയ വൈകയാക്കാൻ എനിക്ക് കഴിയില്ല. എന്തിനാ എൻ്റെ മുന്നിലിങ്ങനെ ക്ഷമ ചോദിച്ച് സ്വയം ചെറുതാകുന്നത്? വിലയ്ക്ക് വാങ്ങിയവളല്ലേ ഞാൻ, അത് കരുതി കണ്ടില്ലെന്ന് അടിച്ചൂടെ? അവളുടെ മിഴികൾ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. സിദ്ധു തൻ്റെ മുന്നിൽ അപേക്ഷിച്ച് നിൽക്കുന്നത് ആലോചിക്കും തോറും അവൾക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് അവനോടുള്ള ദേഷ്യമോ വെറുപ്പോ മാറിയിട്ടല്ല. എങ്കിലും അവൻ്റെ മുഖം കാണുമ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നതിന് മുന്നേ കുറച്ചു ദിവസം തന്നോട് കാണിച്ച പ്രണയവും സ്നേഹവും ആലോചിക്കുമ്പോൾ എന്തോ മനസ്സ് പിടയും. അവൾ എന്തൊക്കെയോ ആലോചിച്ച് അവിടെ തന്നെ കിടന്നു. സിദ്ധു, നീ എന്താ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? സിദ്ധുവിൻ്റെ ക്യാബിനിലേക്ക് വന്നുകൊണ്ട് മിഥുൻ ചോദിച്ചു. അവൻ കുറച്ച് പെൻഡിങ് ഫയൽസ് ഉള്ളത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സിദ്ധു ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു വിളിച്ചത്. വൈക പ്രഗ്നൻ്റ് ആണ്, മിഥുൻ ചോദിച്ചപ്പോഴേ അവൻ പറഞ്ഞു. അതിനെന്താ, നല്ല കാര്യമല്ലേ? അവൻ നിസ്സാരം പോലെ പറഞ്ഞു. നീ എന്താ പറഞ്ഞേ? പെട്ടെന്ന് അവനൊന്ന് ചിന്തിച്ച് ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും ചോദിച്ചു. വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് സിദ്ധു നിർവികാരതയോടെ പറഞ്ഞു. ആഹാ, ഇനിയിപ്പോൾ പണി എളുപ്പമായല്ലോ. കൃത്യം 10 മാസം. മിഥുൻ കൂട്ടിയും കിഴിച്ചും പറഞ്ഞു. നീ ഒന്നും മിണ്ടായിരുന്നേ, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. എടാ വൈകി ഇപ്പോഴും അവൾ എന്നോട്. നീ അതൊക്കെ വിട്ടെ, ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഭംഗിയായില്ലേ, നിനക്കധികം പണിയും എടുക്കേണ്ടി വന്നില്ലല്ലോ.